തെലുങ്ക് സൂപ്പർ താരം ജൂനിയർ NTR നായകനായിട്ടുള്ള ദേവര എന്ന് പറയുന്ന സിനിമ റിലീസായി. സിനിമ കണ്ടു എന്ന അഭിപ്രായം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. സിനിമ കാണാൻ പോകാൻ ഉദ്ദേശിക്കുന്ന എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. നമ്മൾ എന്തായാലും ഒരു സിനിമ ഒരുപാട് പ്രതീക്ഷയോടെ തന്നെയാണ് കാണാൻ പോയത്. കാരണം മറ്റൊന്നല്ല, സിനിമയുടെ ട്രെയിലർ, അതുപോലെ തന്നെ സിനിമയിലെ അഭിനേതാക്കൾ, അതുപോലെ തന്നെ സിനിമയുടേതായിട്ട് ഇറങ്ങിയ സോങ്ങും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരെയും ഒരുപാട് ഇഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് പോയത്. ഇനി നമുക്ക് സിനിമയിലേക്ക് വരാം. കടൽക്കുള്ള ഉപജീവന മാർഗമായി കൊണ്ടു നടക്കുന്ന കാടുകളിൽ താമസിക്കുന്ന കുറച്ച് ആളുകൾ. അതിലെ തലവനായിട്ട് വരുന്നത് ദേവര എന്ന് പറയുന്ന നായകനായിട്ടുള്ള NTRഉം ബൈറ എന്ന് പറയുന്ന വില്ലനായിട്ടുള്ള സൈഫ് അലി ഖാനുമാണ്. ഈ രണ്ടുപേരും കൂടിയിട്ടാണ് കടൽക്കോളയും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ ഈ ചെയ്യുന്ന പണി, അതായത് കടൽക്കോളം നടത്തുന്ന പരിപാടി സ്വന്തം രാജ്യത്തിന് തന്നെ ഭീഷണിയാവുന്ന പരിപാടിയാണെന്ന് തിരിച്ചറിഞ്ഞ നായകൻ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. മറ്റാരോട് ഇത് ചെയ്യേണ്ടെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ വേറെ മാർഗമൊന്നും ഇല്ലാതെ ഇത് തന്നെയാണ് ജീവിക്കാൻ മാർഗമെന്ന് കരുതുന്ന വില്ലൻ, അതായത് സൈഫ് അലി ഖാനും മറ്റുള്ള ടീമും ഇത് ചെയ്യണമെന്ന് വാശി പിടിക്കുന്നു. തുടർന്ന് കടലിലേക്ക് ഈ ഒരു കടൽക്കൊള്ളക്ക് വേണ്ടി പോകാൻ നിൽക്കുന്ന ആളുകളെ ഈ ഒരു നായകൻ തടയുന്നതാണ് സിനിമയുടെ കഥ എന്ന് പറയുന്നത്. ഒരു കഥാപശ്ചാത്തലം മാത്രമാണ്. പിന്നീട് ഈ സിനിമയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് കഥ നമുക്ക് പറഞ്ഞു തരുന്നത്. സിനിമയിലെ NTRന്റെ കഥാപാത്രം നോക്കുകയാണെങ്കിൽ രണ്ട് കഥാപാത്രമായിട്ടാണ് സിനിമയിൽ വരുന്നത്. ഈ പറഞ്ഞ പോലെ ദേവര എന്ന് പറയുന്ന മെയിൻ കഥാപാത്രമായിട്ടുള്ള അച്ഛൻ കഥാപാത്രമായിട്ടും വര എന്ന് പറയുന്ന മകൻ കഥാപാത്രമായിട്ടാണ് സിനിമയിൽ NTR വന്നിട്ടുള്ളത്. NTR നമുക്കറിയാം, തെലുങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ അഭിനയം കാഴ്ചവെക്കുന്ന ഒരു നടൻ തന്നെയാണ്. NTRന്റെ ഒരു സ്ഥിരം പാറ്റേൺ തന്നെയാണ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരുപാട് നല്ലതെന്ന് പറയാൻ പറ്റുന്നില്ല, മോശമെന്ന് പറയാൻ പറ്റുന്നില്ല. വളരെ ശക്തനായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ദേവര എന്ന് പറയുന്ന നായക കഥാപാത്രം. ഒരുപാട് ആളുകൾ, എത്ര ആളുകൾ വന്നാലും അടിച്ചിടാൻ പറ്റുന്ന നല്ല പവറുള്ള, ഉഷിയുള്ള ആണൊരുത്തൻ. ആ ആണൊരുത്തനോട് മുട്ടി നിൽക്കാൻ പറ്റുന്ന ഒരു വില്ലനായിരുന്നു ഈ സിനിമയിൽ കൊണ്ടുവരേണ്ടത്. പക്ഷേ സൈഫ് അലി ഖാൻ എങ്ങനെയൊക്കെ മുക്കിയിട്ടും ആ ഒരു നായകന്റെ മുന്നിൽ നിൽക്കാൻ പറ്റുന്ന ഒരു വില്ലനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. പല സ്ഥലങ്ങളിലും നായകനെ പേടിക്കുന്ന ഒരു വില്ലനായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫസ്റ്റ് ഒക്കെ നല്ല പഞ്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് സിനിമയിൽ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു പഞ്ച് നിലനിർത്താൻ ഈ ഒരു വില്ലൻ കഥാപാത്രത്തിന് ആയിട്ടില്ല. സിനിമയുടെ ഛായാഗ്രഹണം വളരെയധികം കിടുവായിരിക്കും എന്ന് വിചാരിച്ചു. കാരണം ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ട്രെയിലറിൽ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ സിനിമയിൽ കാണാനുണ്ടാവും. കഥ എത്ര മോശമായാലും സിനിമ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരുപാട് കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാവുമെന്ന് വിചാരിച്ചു. പക്ഷേ പ്രതീക്ഷിച്ച അത്രയൊന്നും നമുക്ക് കാണാനില്ല. ഒരു കടല്, ഒരു ഗ്രാമം, ഒരു ഗ്രാമം, ഒരു കടല്, അത് മാത്രമാണ് കാണിക്കുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ ഡ്രോൺ ഷോട്ടിങ് കാട് കാണിക്കുന്നുണ്ട്. അത് മാത്രമാണ് സിനിമയിൽ ഈ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഛായാഗ്രഹണം ഒന്നും എടുത്തു പറയാനില്ല. ആകെ പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയത് എന്ന് പറയുന്നത് NTRന്റെ ആക്ഷനാണ്. ഹൈ വോൾട്ടേജ് ആക്ഷൻ സീക്വൻസ് കൊണ്ട് സമ്പന്നമാണ് സിനിമ. ഇതിന്റെ ആക്ഷൻ കൈകാര്യം ചെയ്ത ആക്ഷൻ കൊറിയോഗ്രാഫറെ നമ്മൾ എന്തായാലും അഭിനന്ദിക്കേണ്ടത് തന്നെയാണ്. അതിൽ ലെവലിലാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ഇന്റർവെല്ലിന് മുന്നേ ഒരു ഫൈറ്റ് ഒക്കെ എടുത്തു പറയേണ്ടതാണ്. അതുപോലെ തന്നെ ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയിൽ എടുത്തു പറയേണ്ട മറ്റൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് അനിരുദ്ധ് ചെയ്തു വെച്ചിട്ടുള്ള BGMഉം പാട്ടുകളുമാണ്. നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. BGM വേറെ ലെവലാണ്. നല്ലൊരു തിയേറ്ററിൽ പോയിട്ടാണ് സിനിമ കാണുന്നതെങ്കിൽ BGM നമുക്ക് ശരിക്കും എഫക്റ്റ് ആവും. ആ ഒരു ലെവലിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ പാട്ടിന്റെ കാര്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കാരണം സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ പാട്ടും കാര്യങ്ങളൊക്കെ ഹിറ്റായതാണ്. മലയാളം ഡബ്ബിംഗ് ആണ് ഞാൻ കണ്ടത്. അതിന്റെ ഒരു പോരായ്മ മാത്രമാണ് സിനിമയിൽ എനിക്ക് ആദ്യം മുതൽ അവസാനം വരെ തോന്നിയത്. മലയാളം കാണുന്നതിനേക്കാൾ നല്ലത് തമിഴ് കാണുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ പാട്ടും മലയാളത്തിലോട്ട് വന്നപ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ മുന്നേ ഒരുപാട് തവണ പാട്ട് കേട്ടതുകൊണ്ട് ആ ലെവലിൽ വെച്ച് നോക്കുമ്പോൾ പാട്ട് തിയേറ്ററിൽ കേൾക്കുമ്പോൾ കാണുമ്പോഴൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ മലയാളത്തിന്റെ കുറച്ച് പ്രശ്നങ്ങൾ പാട്ടിലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം തമിഴ് കാണാൻ പറ്റുന്നവർ തമിഴ് കാണുക. കാരണം മലയാളം അങ്ങോട്ട് ശരിക്കും പോലെ സിങ്ക് ആവുന്നില്ല. ഈ ഒരു സിനിമ ഒരു പാൻ ഇന്ത്യൻ ചിത്രമാണ്, ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ്. അതുകൊണ്ട് തന്നെ പല ലാംഗ്വേജിലുള്ള ഫേമസ് ആയിട്ടുള്ള ആളുകളെയും സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ബോളിവുഡിൽ നിന്ന് സൈഫ് അലി ഖാൻ, അതുപോലെ തന്നെ ജാൻവി കപൂർ, നമ്മുടെ മലയാളത്തിൽ നിന്നും എടുത്തിട്ടുണ്ട് രണ്ട് താരങ്ങളെ, ഷൈൻ ടോൺ ജോക്കോ, സുദേവ് നായർ. ഇവർക്കൊക്കെ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സിനിമയിൽ. പിന്നെ പറയാനുള്ളത് സിനിമയിലെ നായികയായിട്ടുള്ള ജാൻവി കപൂർ ആണ്. ഒരു ആവശ്യമില്ലാത്ത ഒരു കഥാപാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാര്യം മറ്റൊന്നല്ല, ഒരു സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് അതീവ സുന്ദരിയായിട്ടുള്ള ഒരു നായികയെ ഈ സിനിമയിൽ എടുത്തു എന്ന് വേണം പറയാൻ. വേറെ ഒന്നും തന്നെ ഈ സിനിമയിൽ നായികയ്ക്ക് ചെയ്യാനില്ല. ഇനിയിപ്പോൾ രണ്ടാം ഭാഗത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാനും സാധിക്കില്ല. ഒന്നാം ഭാഗത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. സിനിമ ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് സിനിമ, അത്ര മാത്രമേ. ഒരു ടിപ്പിക്കൽ തെലുങ്ക് സിനിമ എങ്ങനെയാണോ അതേപോലെ തന്നെയുള്ള ഒരു സിനിമയാണ്. നമ്മൾ ഒരു തരത്തിൽ ഇംപ്രസ് ചെയ്യാൻ പറ്റുന്ന ഒന്നും തന്നെ സിനിമയിൽ എടുത്തു പറയാനില്ല. ഞാൻ പറഞ്ഞ പോലെ ആക്ഷനും BGMഉം മാത്രമാണ് ഒരു ആശ്വാസമായിട്ട് തോന്നിയത്. പിന്നെ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് വരികയാണെങ്കിൽ ഒരു ബാഹുബലിയെ വെല്ലുന്ന ഒരു ക്ലൈമാക്സ് ആണ് സംവിധായകൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഒരു തരത്തിലും കാണുന്ന പ്രേക്ഷകന് ഒരു തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു പഞ്ചും നൽകാൻ സംവിധായകന് സാധിച്ചിട്ടില്ല. ഒരു നോർമലായിട്ട് നമ്മൾ കണ്ടു ഇറങ്ങിപ്പോയി. എന്തിനാണെന്നോ എന്താണെന്നോ ഒന്നും നമ്മൾ ചോദിക്കാനും പറയാൻ നിൽക്കുന്നില്ല. സിനിമ രണ്ട് പാർട്ടായിട്ടാണ് വരുന്നത്. ഇനി അങ്ങോട്ടുള്ള പാർട്ട്, അതായത് ഈ സിനിമയിലെ ക്ലൈമാക്സ് നിർത്തിയിട്ടുള്ളത് രണ്ടാമത്തെ പാർട്ട് വരുമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. രണ്ടാം പാർട്ടിൽ എന്തുണ്ടാവും എന്നുള്ളതൊന്നും നമുക്ക് ചിന്തിക്കാനുള്ള ഒരു വകയില്ല. പക്ഷെ വലിയ എന്തോ ആക്കിയിട്ടാണ് സിനിമ നിർത്തിയിട്ടെന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ വിചാരിച്ചിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സമയമുള്ളവർക്ക്, നല്ലൊരു അടിപ്പടം കാണാമെന്ന് താല്പര്യമുള്ളവർക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമ. വേറെ ഒന്നും തന്നെ സിനിമയിൽ നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനില്ല. എന്തായാലും സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം താഴ്ന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് വരണം. അതുവരേക്കും ബൈ ബൈ. എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ചിലർക്ക് സിനിമ ഇഷ്ടപ്പെടും, ചിലർക്ക് സിനിമ ഇഷ്ടപ്പെടില്ല. ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാം.